ഫഹദുണ്ട് എന്തായാലും. ഗസ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആളാണ്. മമ്മൂട്ടി ഉണ്ട്. ആരായിരിക്കും? ഹലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് മോഹൻലാലും എമ്പുരാൻ സിനിമയുടെ വിശേഷങ്ങളൊക്കെയാണ് അല്ലേ. സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ആരൊക്കെയായിരിക്കും സിനിമയിൽ വരുന്ന ക്യാമിയോ, വില്ലൻ, അതുപോലെ തന്നെ തിയറികളൊക്കെ വെച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നല്ലേ. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് എമ്പുരാനിൽ ഒന്ന് ചോദിച്ചു തന്നാലോ. മോഹൻലാലിന്റെ സിനിമ എന്ന് പറയുമ്പോഴേ നമുക്ക് എക്സ്പെക്ടേഷൻസ് കൂടുതലാണ്. കുറെ എക്സ്പെക്ടേഷൻ ഉണ്ട്. മമ്മൂട്ടി ഉണ്ടാവുമെന്നാണ് സാധ്യത കൂടുതലും. ഒരു 90% ഉണ്ടാവാം. എന്താ ചിരിക്കുന്ന അവൻ മമ്മൂട്ടി ഫാൻ. മമ്മൂട്ടി ഉണ്ട്. മമ്മൂട്ടി അന്ന് മറ്റേ ലോഞ്ചിൽ വന്നപ്പോഴത്തേക്കും വെള്ള ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ വരുമെന്നാണ്. അപ്പൊ ഒരു വില്ലനല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ എന്തോ പരിവേഷം ഉണ്ടെന്ന് ദിവം പറഞ്ഞത്. മോഹൻലാലിന്റെ ഫൈറ്റും പൃഥ്വിരാജിന്റെ ഫൈറ്റും നോക്കുന്നുണ്ട്. മമ്മൂട്ടി സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അതറിയില്ല. അതൊക്കെ പൃഥ്വിരാജിനല്ലേ അറിയുള്ളൂ. ഫഹദുണ്ട് എന്തായാലും. ഫഹദ് ഉണ്ടാവുന്ന സംശയം. അതൊരു സംശയമുണ്ട്. അതായിരിക്കും വില്ലനായിട്ട് വരാൻ സാധ്യത കൂടുതലും. ഉറപ്പാണ്. മറ്റേ ബോബി അല്ല, ചത്തല്ലോ, സോറി, അല്ല, അതിന്റെ മുന്നുള്ള വല്ല സ്റ്റോറീസ് എങ്ങനെ ആയിരിക്കും. മീൻസ് ഇപ്പൊ പറയുന്ന ഡ്രഗ്സിന്റെ മാഫിയ കുറെ സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ. അതെ, കുറെ സ്റ്റോറീസ് ഒക്കെ അതിൽ നമ്മള് അറിയാത്തതുണ്ട്. അതെ 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 ഡ്രാഗൺ മിക്കവാറും ലാലേട്ടനാണ് ചാൻസ്. ഒരു പോസ്റ്റ് കണ്ടത് ബ്രേക്കിംഗ് ബാഡ് സീരീസിലെ ഗസ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആളാണ്. പക്ഷെ അതൊരു വെരി വൈൽഡ് ഗസ് ആണ്. ഭയങ്കര സന്തോഷം. അങ്ങനെ പറയുന്നത് പല ആൾക്കാരും പറയും. ആള് പറഞ്ഞ ടോം ക്രൂസിനെ അടക്കം സിനിമയിലുണ്ടെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ആരായാലും ആ റിവ്യൂല് നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പുറംതിരിഞ്ഞിരിക്കുന്ന ഡ്രാഗൻ ആരാന്നറിയില്ല. അത് സസ്പെൻസ്, അതിനാണല്ലോ നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്നത്. പടം എനിക്ക് കാണണം, നല്ല എക്സ്പെക്ടേഷൻ ആണ്. ഇല്ല, ബുക്ക് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി ഫാസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ടില്ല. രാവിലെ കിട്ടണമെന്നായിരുന്നു, പിന്നെ 1 മണിയായപ്പോഴേ കിട്ടി. അടുത്ത ദിവസം വേറെ ടിക്കറ്റ് ഇവിടെ ബുക്ക് ചെയ്തു. ഇപ്പൊ തിരക്കായിരുന്നു, ടിക്കറ്റ് കിട്ടില്ല. അത് അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ തന്നെ കാണും. അതെ, മലയാളത്തിലെ വലിയൊരു സിനിമയല്ലേ. അപ്പോൾ അതിന്റെ ലക്ഷ്യം 100 കോടി അടിച്ചു എന്നീക്കാരം വിചാരിക്കല്ലേ അവള്. പിന്നെ അതിന് മേലും പോകും. മമ്മൂട്ടി ഫാനാണ്. എന്നാലും വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫിലിം ഇൻ ഇന്ത്യ ആഫ്റ്റർ ഓൾ വേണമെങ്കിൽ വേൾഡിൽ എന്ന് പറയാം. People about talking about a very good high expectations. It's a highly budget movie kind of thing and all. കേരളത്തിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സിനിമയായിരിക്കും. നമ്മളുടെ മലയാളം ഇൻഡസ്ട്രി മാറ്റിമറിക്കാൻ പോകുന്നൊരു പടമാണ്. ലൈക്ക് 6,45,000 ടിക്കറ്റ് സോൾഡ് എന്ന് പറഞ്ഞ ഒരു റെക്കോർഡല്ലേ. ഓൾ താങ്ക്സ് ടു എമ്പുരാൻ. നല്ല തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി പുള്ളിയുടെ എപ്പിക് ആയിട്ടുള്ള മൂവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉണ്ട് ആണ്.